ഈ VPN നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലാപ്ടോപ്പിലൊക്കെ നിങ്ങൾ VPN യൂസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഈ VPN എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ VPN എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഈ VPN എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും നമ്മൾ ഈ VPN പ്രോപ്പറായിട്ടല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിംഗ്, പൈത്തൺ, ലിനക്സ്, സൈബർ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. VPN എന്ന് പറഞ്ഞാൽ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഈ VPNൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ, നമ്മുടെ ഡിവൈസും ഒരു ഡെസ്റ്റിനേഷനും ഇടയ്ക്ക് ഒരു സെക്യൂർ ആൻഡ് റിലയബിൾ ആയിട്ടുള്ള ഒരു ചാനൽ, കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. VPN എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് റഫ് ഒരു ഐഡിയ വേണം. സോ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണമെങ്കിൽ നമ്മൾ ISPയെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ റെയിൽവേ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ISPയെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർ നമ്മുടെ വീട്ടിലൊരു മോഡവും റൗട്ടറും കൊണ്ട് വെച്ച് തരും. മോഡത്തിന് നമുക്കൊരു പബ്ലിക് IP കിട്ടുകയും ചെയ്യും. നമ്മൾ ആ പബ്ലിക് IP യൂസ് ചെയ്തിട്ടായിരിക്കും ഓരോ വെബ്സൈറ്റിൽ കയറുന്നത്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് തിരിച്ചിതിലേക്ക് വരിക. സോ നമ്മൾ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റ് കാണുന്നത് നമ്മുടെ ഈ ഒരു IP അഡ്രസ് ആയിരിക്കും, നമ്മുടെ പബ്ലിക് IP അഡ്രസ് ആയിരിക്കും അല്ലേ? സോ ഈ പബ്ലിക് IP വെച്ചിട്ട് നമ്മുടെ ലൊക്കേഷൻ വെബ്സൈറ്റിൻ്റെ ആ ഒരു വെബ്സൈറ്റിനെ അറിയാൻ പറ്റും, ആ ഒരു സെർവറിന് അറിയാൻ പറ്റും. ജിയോ ലൊക്കേഷൻ റെസ്ട്രിക്ഷൻ ഉള്ള ഏതെങ്കിലും ഒരു സൈറ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്നും കയറാൻ പാടില്ലാത്ത സൈറ്റ് ആണെങ്കിൽ ആ വെബ്സൈറ്റ് അവിടെ വെച്ചിട്ട് നമ്മുടെ IP അഡ്രസ് ബ്ലോക്ക് ചെയ്യും. ഇതേ സമയം നമ്മളൊരു VPN യൂസ് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. ഒരു VPN സെർവർ ഉണ്ടാവും. നമ്മുടെ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ആ VPN സെർവറിലേക്ക് കണക്ട് ചെയ്യും. എന്നിട്ട് VPN സെർവറിൽ നിന്നായിരിക്കും നമ്മൾ വെബ്സൈറ്റിലോട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണോ നമുക്ക് പാക്കറ്റ്സ് അയക്കേണ്ടത്, എങ്ങോട്ടാണോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ ഒരു വെബ്സൈറ്റിലോട്ട് അല്ലെങ്കിൽ ആ ഒരു സെർവറിലോട്ട് റിക്വസ്റ്റ് അയക്കുന്നത് ഈ VPN സെർവറിൽ നിന്നായിരിക്കും. സോ ഈ ഡെസ്റ്റിനേഷൻ ഡൊമൈൻ നമ്മളിപ്പോൾ ജിമെയിലാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ ആ ജിമെയിൽ കാണുന്നത് VPN സെർവറിൻ്റെ പബ്ലിക് IP ആയിരിക്കും. നമ്മുടെ ശരിക്കുള്ള പബ്ലിക് IP കാണത്തില്ല. സോ ഈ VPN സെർവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറും VPN സെർവറുമായിട്ട് ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാക്കും. സെക്യൂർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഇതിനെ നമ്മൾ ടണലിംഗ് എന്ന് പറയുന്നു. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും VPN സെർവറിലേക്ക് അയക്കുന്ന ഓരോ പാക്കറ്റും എൻക്രിപ്റ്റഡ് ആയിരിക്കും, എൻക്യാപ്സുലേറ്റഡ് ആയിരിക്കും. സോ നമ്മളൊരു VPN യൂസ് ചെയ്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റ് കാണുന്നത് നമ്മുടെ IP അഡ്രസ്സ് ആയിരിക്കത്തില്ല, ആ VPN സെർവറിൻ്റെ IP അഡ്രസ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അനോണിമിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ, എനിക്ക് സ്പെയിനിലിരുന്നുകൊണ്ട് ഇന്ത്യയുടെ ഏതെങ്കിലും വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചോളൂ. ഇന്ത്യയിലുള്ള വെബ്സൈറ്റിൻ്റെ ആ ഒരു സെർവറിന് ജിയോ ലൊക്കേഷൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, സ്പെയിനിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ വരുന്ന സമയത്ത് എനിക്കിവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു VPN സെർവറിൽ കണക്ട് ചെയ്ത് ആ VPN സെർവർ വഴി എനിക്ക് ആ വെബ്സൈറ്റ്, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ VPN സെർവറിൻ്റെ ഉദ്ദേശം ഇത് മാത്രമല്ല. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുകയാണെന്ന് വെച്ചോളൂ. എൻ്റെ ഓഫീസിൽ ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഓഫീസിലുള്ള ഒരുപാട് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യണം. അത് ഡയറക്റ്റ് ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യുന്ന അത്ര സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരുപാട് സൈബർ അറ്റാക്കുകൾക്ക് വൾനറബിളാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് എനിക്കിവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഓഫീസിലെ VPN സെർവറിൽ കണക്ട് ചെയ്താൽ എനിക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഓഫീസിലേക്കുള്ള, എൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ഇൻ്റർനെറ്റ് വഴിയുള്ള കണക്ഷനിൽ ഒരു ടണൽ ഉണ്ടാക്കാൻ പറ്റും, ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാക്കാൻ പറ്റും. സോ അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. സോ ആ സെക്യൂർ ആയിട്ടുള്ള ചാനൽ വഴി എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് ഇൻ്റർനെറ്റ് വഴി തന്നെ എൻ്റെ ഓഫീസിലുള്ള മെഷീൻസ് ആക്സസ് ചെയ്യാനും അവിടെയുള്ള ഫയൽ ആക്സസ് ചെയ്യാനും സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഫെച്ച് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഈ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഇൻ്റർനെറ്റ്, പ്രൈവറ്റ് നെറ്റ്വർക്ക്, പബ്ലിക് IP ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണുക. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചിതിലേക്ക് വരിക.
മാത്രമല്ല ഇപ്പോൾ ഒരുപാട് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും അവർ ഫ്രീ ആയിട്ട് വൈഫൈ തരുന്നുണ്ടല്ലേ, അവിടെ ചെല്ലുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് വൈഫൈ തരുന്നുണ്ട്. പക്ഷേ ആ വൈഫൈയിൽ നമ്മൾ കണക്ട് ചെയ്യാനോ യൂസ് ചെയ്യാനോ പാടില്ല എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അല്ലേ. അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞായിരുന്നു അല്ലേ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു ഹാക്കർ ഉണ്ടെങ്കിൽ ആ ഒരു ഹാക്കറിന് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഇൻ്റർനെറ്റിലേക്ക് പോകുന്ന എല്ലാ പാക്കറ്റുകൾ അവർക്ക് വ്യൂ ചെയ്യാനും അവർക്ക് മോഡിഫൈ ചെയ്യാനും നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം അവർക്ക് അടിച്ചു മാറ്റാനും പറ്റും. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് VPN കണക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, VPN യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ വൈഫൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എല്ലാ ട്രാഫിക്കും എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹാക്കേഴ്സിന് നമ്മുടെ ഡേറ്റ അടിച്ചു മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ മോഡിഫൈ ചെയ്യാനും ഇങ്ങനെയുള്ള മെലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും വളരെ 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 പാടായിരിക്കും. സോ കഴിയുന്നതും ഇങ്ങനെയുള്ള ഫ്രീ വൈഫൈസ് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു VPN സർവീസ്, ഒരു പ്രോപ്പറായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു VPN സർവീസ് നമ്മൾ യൂസ് ചെയ്യുക. ഞാനിത് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ഫ്രീ VPNസും ഉണ്ട്, പെയ്ഡ് VPNസും ഉണ്ടല്ലേ. ഫ്രീ VPNs വളരെ 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 സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. എൻ്റെ അഭിപ്രായത്തിൽ ഫ്രീ VPNs ഉപയോഗിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും VPN സെർവർ വരെ ഒരു സെക്യൂർ ടണൽ ഉണ്ടാവും. പക്ഷേ VPN സെർവറിന് വേണമെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ ലോഗ് ചെയ്യാനും അവർക്ക് നമ്മുടെ ഡേറ്റ എടുക്കാനും പറ്റും. നല്ലൊരു ശതമാനം ഫ്രീ VPN സർവീസ് പ്രൊവൈഡേഴ്സും അവർ നമ്മുടെ ഡേറ്റ ലോഗ് ചെയ്യുകയും അത് അഡ്വർടൈസിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസിക്ക് വിൽക്കുകയും ചെയ്യും. ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഡേറ്റയും നമ്മളൊരു സൈറ്റിലോട്ട് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രെഡൻഷ്യൽസ്, അതുപോലെ തന്നെ നമ്മളൊരു സൈറ്റ് ഒരു സെക്യൂർ ആയിട്ടുള്ള ഇത്തിരി സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്ന സൈറ്റിൻ്റെ കുക്കീസ് അവർക്ക് വേണമെങ്കിൽ അടിച്ചു മാറ്റാൻ പറ്റും. ആ കുക്കീസ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ യൂസറായിട്ട് നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ കയറാവുന്നതാണ്. അതുകൊണ്ട് വളരെ അധികം സൂക്ഷിച്ച് വേണം ഇതുപോലുള്ള ഫ്രീ VPNs യൂസ് ചെയ്യാൻ. എൻ്റെ അഭിപ്രായം ഒരിക്കലും ഇങ്ങനെയുള്ള ഫ്രീ VPNs യൂസ് ചെയ്യരുതെന്നാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് NordVPN ആണ്. അത് ആ ചെറിയൊരു മന്ത്ലി പേയ്മെൻറ്റ് ഉണ്ടെങ്കിലും അത്യാവശ്യം സേഫാണ്, സെക്യൂറാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലും നമുക്കിങ്ങനെ VPN വെറുതെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ ഒരുപാട് കണ്ടൻറ്റ്സ് നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്തുകൂടാത്ത കണ്ടൻറ്റ്സ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസ് കൺട്രി റെസ്ട്രിക്ഷൻസ് ഉള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ കണ്ടുകൂടാത്തത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടുകൂടാത്ത കുറേ കണ്ടൻറ്റ്സ് ഉണ്ടാവാം. ഇങ്ങനെ ഗവൺമെൻറ് റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്ന കണ്ടൻറ്റ്സ് നമ്മൾ VPN യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുകയോ നമ്മളത് കാണുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഇല്ലീഗലാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ ജിയോ ലൊക്കേഷൻ റെസ്ട്രിക്ഷൻ ഉള്ള സിറ്റുവേഷൻസിൽ കഴിയുന്നത് നമ്മൾ VPN യൂസ് ചെയ്ത് ആ ഒരു ഡേറ്റ ആക്സസ് ചെയ്യാതിരിക്കുക. അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാരുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ VPN യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ട്രാക്ക് ചെയ്യുന്നവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ VPN യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ റൂൾസൊക്കെ വരുന്നത്. സോ ഒരു അഡ്വൈസ് എനിക്ക് തരാനുള്ളത്, നിങ്ങൾ VPN യൂസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നതിന് മുന്നേ നിങ്ങളൊരു റിസർച്ച് നടത്തുക. നിങ്ങളുടെ ഏരിയയിൽ VPN ലീഗലാണോ, VPN കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ കണ്ടൻറ്റ്സ് ആക്സസ് ചെയ്യാമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊരു സ്റ്റഡി നടത്തുക. എന്നിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ VPN യൂസ് ചെയ്യാവൂ. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, സംശയം വരാൻ ചാൻസ് ഉണ്ട്, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. സോ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.